ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരും ഒരുപോലെ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ കളക്ഷൻ ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ നോർമലി ഈസ്റ്ററിനൊക്കെ ഒരുപാട് ഹാൻഡ് പിക്ക് ആണെങ്കിലും അതുപോലെ സബ്സ്ക്രൈബർ കളക്ഷൻ, മിഷൻ എംബ്രോയിഡറി ഒക്കെ കളക്ഷൻസ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഇതൊന്നും ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഈസ്റ്ററിന് വേണ്ടി ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ ഇന്ന് ഈ ഒരു ഒറ്റ വീഡിയോയിൽ, അതായത് നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഉണ്ട്, അതുപോലെ സബ്സ്ക്രൈബർ കളക്ഷൻ ആയിട്ട് ഈസ്റ്ററിന് കൊണ്ടുവന്നേക്കുന്ന സാരീസ് ഉണ്ട്, അതുപോലെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടിരിക്കുന്ന കുറച്ച് മിഷൻ എംബ്രോയിഡറി കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുവാണ്. എനിക്കറിയാം കുറച്ച് വൈകിപ്പോയിന്ന്, കാരണം വെച്ചാൽ നമുക്ക് കുറച്ച് തിരക്കായിപ്പോയി. നമ്മുടെ ഈസ്റ്ററിന്റെ വർക്കുകളും അതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ഒരു മാസത്തെ വർക്ക് എല്ലാം ഡിലേ ആയത് കാരണം അതെല്ലാം പെൻഡിങ് വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് ഒത്തിരി സമയം എടുത്തു. ഇപ്പോഴും അതിനെ ഒന്ന് മാനേജ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഡിലേ ആയിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്തി ആകും, പക്ഷെ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം. ഒരുപാട് ബ്യൂട്ടിഫുൾ സാരീസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സമയം കളയാതെ ഓരോരോ സാരീസ് വെച്ചിട്ട് കാണാം. ഫസ്റ്റിലെ തന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഈസ്റ്ററിന് വേണ്ടി സ്പെഷ്യലി ചെയ്തെടുത്തിരിക്കുന്ന ഒരു മിഷൻ എംബ്രോയിഡറി സാരിയാണ്. നമ്മൾ തന്നെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു സാരിയിൽ ഓർഗൻസ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നത്. പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിലാണ്. നമ്മൾ നേരത്തെ ഒരുപാട് ഫാബ്രിക്സിൽ ഈ ഒരു ആപ്ലിക് വർക്ക് ഡിസൈൻസ് ഹാൻഡ് പിക്ക് ആയിട്ട് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നായിരുന്നു. പ്യുവർ കോട്ടൺ മെറ്റീരിയൽ, കോട്ട മെറ്റീരിയലൊക്കെ ആപ്ലിക് വർക്ക് കൊണ്ടുവരുമോ, നമുക്ക് ആപ്ലിക് വർക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുമോ എന്നൊക്കെ. അപ്പൊ അത് അനുസരിച്ച് നമ്മൾ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്, റെഡി ഫോർ സെയിൽ ആയിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ കളർ ചേഞ്ചോ അല്ലെങ്കിൽ ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളിപ്പോൾ വൈറ്റ് ചെക്കോട്ടയിൽ പിങ്ക് ഗ്രീൻ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് പല്ലു പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ട് ഫ്ലവറും രണ്ട് സൈഡിലും ലീഫ് വരുന്നത് പോലെ ഒരു ഡിസൈൻ ആണ് നമ്മൾ പല്ലു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും നമ്മളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ ഇതുപോലെ ഒരു സിംഗിൾ ഡിസൈനും രണ്ട് ലീവ്സും വരുന്നത് പോലെയാണ് പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ. അപ്പൊ നമുക്ക് ചർച്ചിലൊക്കെ തലയിലിടുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് പിടിക്കുന്ന ആ ഒരു ഇതിലും ഈ ഒരു ഡിസൈൻ വരും. നമ്മൾ ഈസ്റ്റർ കളക്ഷൻ ആയിട്ടൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് കൂടുതലും എല്ലാ ഡിസൈൻസിലും ഇങ്ങനെ ഡിസൈൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിൽ മുമ്പ് നമ്മൾ ഇതുപോലെ തലയിലിടുന്ന ഒരു പർപ്പസ് ഉള്ളത് കൊണ്ട് ആ ഒരു ചെറിയൊരു റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേന് ഡിസൈൻ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന സാരിയാണ്, പക്ഷെ ആപ്ലിക് വർക്കിന്റെ ഒരു എലഗൻസ് ഈ ഒരു സാരിയിൽ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റും. പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ എപ്പോഴും ഒരു നല്ലൊരു പ്ലസന്റ് കോമ്പിനേഷൻ ആണ്. അതുപോലെ ചേർച്ച് വെയർ ആയിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു കളറാണ്. അപ്പൊ ഇത് കണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉടുത്ത് വരുമ്പോഴത്തേനും വളരെ ക്ലാസിക് ആയിട്ട് നല്ലൊരു റോയൽ ലുക്ക് തരുന്ന ഒരു സാരി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് രണ്ട് ഡിസൈൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. ഇതിന്റെ കളർ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞതുപോലെ മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ഡിസൈൻസ് ഒരെണ്ണം മതി, ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രം സെൻട്രൽ പോർഷനിൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിലും ഒക്കെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ലാസ്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പം ഇതുപോലെ ആ ഒരു സ്ലീപ്പിംഗ് പോസിൽ തന്നെയാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമ്മൾ വെർട്ടിക്കലായിട്ട് വെച്ച് കാണുന്നതിലും ഭംഗി അത് ആ ഒരു ഈ ഒരു സ്റ്റൈലിൽ തന്നെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സ്ലീപ്പിംഗ് പോസിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 4 വലിയ ഡിസൈൻസും 3 ചെറിയ ഡിസൈൻസും ആയിട്ടാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ വലിയ ഡിസൈൻ ഞാൻ ചെറിയ ഡിസൈൻ കാണിച്ചില്ല കേട്ടോ. അത് പ്ലീറ്റ്സ് കഴിഞ്ഞ് വരുന്നിടത്ത് ഇതുപോലത്തെ ഒരു ചെറിയ ഡിസൈൻ കൂടി ഉണ്ടേ. അങ്ങനെ 3 ചെറിയ ഡിസൈൻസും ഉണ്ട്, 4 വലിയ ഡിസൈൻസ് ഉള്ളതുപോലെയാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇപ്പം കറന്റ് ബ്ലൗസ് ചെയ്തിട്ടില്ല. നമ്മൾ കാണിക്കുന്ന ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് ഇനിയും കുറച്ചുകൂടി ഉണ്ട്. അതിനകത്തൊന്നും നമ്മൾ കറന്റ് ഇപ്പം ബ്ലൗസ് ചെയ്തിട്ടില്ല. സാരി മാത്രമായിട്ടാണ്. ബ്ലൗസ് അഡീഷണൽ ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അത് ഇൻഫോം ചെയ്താൽ മതി, നമുക്ക് അഡീഷണൽ ആയിട്ട് ബ്ലൗസ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1875 ആണ്. റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഈ ഒരു സാരി കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ സാരിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മാക്സിമം ഈ ഒരു ഈസ്റ്റർ പ്രമാണിച്ച് നമ്മൾ മാക്സിമം ഈസ്റ്റർ സ്പെഷ്യൽ ഡെലിവറി ആയിട്ട് നമ്മൾ മാക്സിമം നേരത്തെ തന്നെ വർക്ക് ചെയ്ത് തരാനായിട്ട് ഈ സമയത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ബ്ലൗസ് വരുന്നത് നിങ്ങൾക്ക് പ്ലെയിൻ കോട്ടൺ ചെക്കോട്ട ബ്ലൗസ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 100 റുപ്പീസിന് തരുന്നതാണ്. അല്ല നിങ്ങൾക്ക് ബ്ലൗസിന്റെ സ്ലീവ്സിൽ രണ്ടിലും വർക്ക് ചെയ്താൽ വേണ്ടെങ്കിൽ 200 റുപ്പീസ് ആണ് ഒരു ബ്ലൗസ് വരുന്നത്. നമ്മൾ കാണിക്കുന്ന എല്ലാ സാരീസിനും നമ്മൾ ആ ഒരു റേറ്റിലാണ് ബ്ലൗസ് കൊടുക്കുന്നത്. ബ്ലൗസിന്റെ സെയിം റേറ്റ് ആണ് എപ്പോഴും. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു ഓഫ് വൈറ്റിൽ നമ്മൾ ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവർ പാറ്റേൺ മിഷൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഈ സാരി നമുക്ക് റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് മെറൂൺ ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ ഡിസൈൻസും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടുപിടിച്ച ഡിസൈൻസ് ഒന്നുമല്ല. ചിലത് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്,
ചില നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ ചെയ്ത് അതിനെ ഡിസൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ഡിസൈൻസ് ആണ്. അങ്ങനെ ഉള്ള ഡിസൈൻസ് നമ്മൾ കാണിക്കുന്ന എല്ലാം തന്നെ ഇതങ്ങനെ ഉള്ളൊരു കൺവേർട്ട് ചെയ്തെടുത്ത ഒരു ഡിസൈനാണ്. ചെറിയൊരു 3 റോസ് ഫ്ലവേഴ്സും അതിന് ചെറിയ ലീവ്സും വരുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു 4 ഡിസൈനാണ് ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പല്ലുവിന്റെ ഉൾവശത്ത് വരുന്നത് പോലെ ഇങ്ങനെ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു വരുന്നത്. അതുപോലെ ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിന്റെ റണ്ണിങ് പോർഷൻ വരുന്നത്. ഇതിന്റെ സിംഗിൾ ഫ്ലവർ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ ആണ്. ചെസ്റ്റ് പോർഷൻ ആണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു ഫ്ലവറിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു 6 ആക് പാറ്റേണിൽ 5 ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ കോമ്പിനേഷനിലെ ഈ ഒരു ഫ്ലവർ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു മെറൂൺ ഓഫ് വൈറ്റ് ഷെയ്ഡ് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ കാണാം. ഞാൻ നേരത്തെ സാരിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് മെറൂൺ അല്ല വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട ഫ്ലവേഴ്സ് ഇപ്പൊ നമ്മൾ ബാക്കി ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നേരത്തെ കാണിച്ചതുപോലെ 3 ഫ്ലവർ ഉള്ള ഓരോ ബഞ്ച് ഗ്യാപ്പ് വിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഇനി അങ്ങനെ ആ ഡിസൈൻ അറേഞ്ച് ചെയ്ത സാരി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓഫ് വൈറ്റിലല്ല വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷനിലാണ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പം ഇനി ഈ സാരിയിൽ ബാക്കി ഡിസൈൻസ് വരുന്നത് ഇതുപോലെ ഈ സിംഗിൾ ഫ്ലവർ പാറ്റേൺ നമ്മൾ ഇതിന്റെ ബോഡി പോർഷനിൽ മൊത്തം ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലീറ്റ് വര വരുന്നിടത്തും ഫ്ലീറ്റിന് ഇടയ്ക്കൂടെ വരുന്നിടത്തും ഈ ഒരു ഡിസൈൻ ഇതുപോലെ സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷൻ വരെയും ഇതുപോലെ ഈ ഒരു ഡിസൈൻ സ്കാറ്റർ ചെയ്തിരിക്കുന്ന പോലെ ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിക്കും നമുക്ക് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ഇപ്പം ഇല്ല. നമുക്ക് പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിലും സ്ലീവിൽ ഈ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ വരുന്ന ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അഡീഷണൽ ആയിട്ട് 200 റുപ്പീസ് ആയിരിക്കും ഡിസൈൻ ഉള്ള ബ്ലൗസിന്. പ്ലെയിൻ ബ്ലൗസിന് 100 റുപ്പീസും. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1795 ആണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു കോട്ടൺ ചെക്കോട്ട സാരിയാണ്. കുറച്ചൊരു പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള സാരീസും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആപ്ലിക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഓർഗൻസ ഫാബ്രിക് വെച്ചിട്ട് ഈ ഒരു പാറ്റേണിലാണ് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ ഹാൻഡ് പിക്ക് കളക്ഷൻ ഒക്കെ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെറ്റ് ആപ്ലിക് വർക്ക്, നെറ്റ് കട്ട് വർക്ക് വരുന്ന പാറ്റേൺ. അതായത് ഇതിനകത്ത് ഈ ഒരു ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓർഗൻസ ഫാബ്രിക് സീ ത്രൂ ആണ്. ഇതിന്റെ ബാക്കിൽ നമ്മൾ ഈ ഒരു കോട്ട മെറ്റീരിയൽ കാണാൻ പറ്റാത്തതുപോലെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വർക്കാണ്. ഞാൻ നേരത്തെ ഡിസൈനിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചെടുത്തൊരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂണീക്ക് ആയിട്ടൊരു സാരി കൊടുക്കാം. ഈ ഒരു സാരി എന്താണെങ്കിലും നമ്മൾ പേഴ്സണലി ചെയ്തെടുത്ത സാരിയാണ്. നമുക്ക് വേറെ സ്റ്റോറിലൊന്നും അവൈലബിൾ ആവില്ല എന്ന് നമുക്ക് 100% ഷുവർ ആയിട്ട് നമ്മുടെ ഓൺ കളക്ഷൻ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന സാരിയാണ്. വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ അതിൽ പ്രസന്റ് ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ലൊരു ഔട്ട്കം ആണ് ഈ ഒരു ഡിസൈന് വന്നിരിക്കുന്നത്. വളരെ പെർഫെക്ഷനോടുകൂടി എനിക്ക് തന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു വർക്കായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഇതിന്റെ ഔട്ട്കം വന്നിട്ടുണ്ട്. എത്രമാത്രം ഇത് വീഡിയോയിൽ ഇതിന്റെ പെർഫെക്ഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ സെൽഫ് ടോണിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഈ ഒരു ബോർഡർ, അതായത് ഈ ഫ്ലവർ ഡിസൈനിന്റെ അകത്ത് വെച്ചിരിക്കുന്ന സെയിം കളറിലെ ക്ലോത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ക്ലോത്ത് ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണാത്തത്. പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്ന എംബ്രോയിഡറി ത്രെഡ് കൊടുത്തിരിക്കുന്നത് പിങ്ക് കളറിലാണ്. ഫ്ലവർ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ കളറിൽ ലീവ്സ് ചെയ്തിട്ടുണ്ട്. ലീവ്സ് നമ്മൾ ജസ്റ്റ് ആ ഒരു ആപ്ലിക് വർക്ക് തന്നെ ചെയ്തിരിക്കുന്നത്. ഓർഗൻസ ഫാബ്രിക്കിലുള്ള ആപ്ലിക് വർക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഈ ഒരു സീ ത്രൂ പാറ്റേണിലല്ല വന്നിരിക്കുന്നത്. ഗ്രീൻ ലീവ്സ് അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. ഫ്ലവേഴ്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു സീ ത്രൂ പാറ്റേണിൽ എടുത്തിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ആണ്. ഇതിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലവർ പാറ്റേൺ. ഇങ്ങനെയാണ് ഉള്ളിൽ വരുന്ന ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി വലിയ ഡിസൈൻസ് ആയതുകൊണ്ടും ഈ ഒരു പാറ്റേണിലുള്ള ആപ്ലിക് വർക്ക് ആയതുകൊണ്ടും നമ്മൾ ഒരുപാട് വർക്ക് ഇതിനകത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. അതായത് നമ്മൾ റണ്ണിങ് പോർഷനിലൊക്കെ ഉള്ള വർക്കുകൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് നെക്സ്റ്റ് വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. 2 വലിയ ഡിസൈൻ, നമ്മൾ പല്ലുവിൽ കണ്ട സെയിം സൈസിൽ വരുന്ന 2 വലിയ ഡിസൈൻസ് വരുന്നത് പോലെയാണ്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിൽ വർക്ക് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉടുത്ത് വരുമ്പോൾ വരുന്ന ഒരു സാരിയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. ഇത് ശരിക്കും നമുക്ക് ഈ ഒരു 3 ഫ്ലവർ വരുന്ന ഒരു ബഞ്ചിനെ നമ്മൾ 2 ബഞ്ച് അടുപ്പിച്ച് വെച്ചിട്ട് ഒരു ഡിസൈനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ 3 ഫ്ലവേഴ്സ് വരുന്നതിന്
ഗ്യാപ്പ് ഇട്ട് നാലെണ്ണായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ല ഇത് ഇത്രയും വലിയ ഡിസൈൻസ് വേണ്ട, കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറയ്ക്കണമെങ്കിൽ ഈ ഡിസൈൻ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് കാണിച്ചാൽ മതിയെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചും അതുപോലെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചും ഒക്കെ നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളിപ്പം ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ ഇതുപോലെ സെയിം സൈസിലുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ സെയിം സൈസിൽ തന്നെയാണ് ഒരു ഡിസൈൻ നമ്മൾ റൈറ്റ് ലെഗ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. നമ്മൾ പല്ലുവിന്റെ ഉൾവശത്ത് കാണിച്ച ഒരു ഫ്ലവർ ഡിസൈൻ വെച്ചിട്ടുള്ള ബ്ലൗസ് ചെയ്യാനായിട്ട് 200 റുപ്പീസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പം ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടില്ല. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2375 ആണേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് പിക്ക് സാരിയാണ്. നമ്മൾ നോർമലി സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാറുള്ളായിരുന്നു ഹാൻഡ് പിക്ക് കളക്ഷൻ. ഈ പ്രാവശ്യം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യുവാണ്. ഇതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഈസ്റ്ററിന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഹാൻഡ് പിക്ക് കളക്ഷൻ. ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ആപ്ലിക് വർക്ക് സാരി തന്നെയാണ്. പേസ്റ്റൽ ചാർട്ടിൽ വരുന്നതാണ്. ഒരു ഐവറി ഷെയ്ഡിൽ ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇതിനകത്ത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഫ്ലവേഴ്സ് വരുന്നതാണ്. ഇതിന്റെ ഒരു 4 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് വേറെ. അപ്പൊ അതിന്റെ എല്ലാത്തിനും മീൻസ് സെയിം ഡിസൈൻസ് ആണ്. നമ്മളെല്ലാം ഇതിനകത്ത് എടുത്ത് കാണിക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ വീഡിയോയുടെ ടൈം കൂടുന്ന കാരണം ജസ്റ്റ് ഞാൻ ഇതിന്റെ അവൈലബിൾ കളേഴ്സിന്റെ ഫോട്ടോസ് കാണിക്കാം. ഒരു സാരി ജസ്റ്റ് ഓപ്പൺ ചെയ്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ കോട്ട ഫാബ്രിക്കിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ചെക്സ് വരുന്ന കോട്ട ഫാബ്രിക് ആണ്. ഫുൾ ബോർഡർ സ്കാലപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരു ലില്ലി ഫ്ലവറിന്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലുവിന്റെ എൻഡും ഇതുപോലെ ക്ലോസ് ചെയ്ത് സ്കാലപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഈ ഒരു പല്ലു വരുന്നത്. ഈ ഒരു വൺ സൈഡിൽ നിന്ന് മുകളിലോട്ട് വരുന്നത് പോലെയാണ് ഫുൾ ഇതിനകത്തും വർക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പല്ലു വരുമ്പോഴും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. ഇതുപോലെ പല്ലുവിന്റെ എൻഡ് വശം സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുവാണ്. ഓൾമോസ്റ്റ് ഇത് കണ്ടോ, സാരിയുടെ ഇത്രയും ഭാഗം കവർ ചെയ്ത് വരുന്നത്, അതായത് ഇത്രയും ഭാഗവും കവർ ചെയ്ത് വരുന്നത് പോലെ ആ താഴേന്ന് ഫ്ലവേഴ്സ് കയറി വന്നിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. നമുക്ക് ഒരു ഫംഗ്ഷൻ, ഒരു ബാപ്റ്റിസം, ഒരു ഹോളി കമ്മ്യൂണിയൻ ഒക്കെ ആണെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ഇതിന്റെയൊക്കെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ പാറ്റേൺസ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ബാക്കി പോർഷനിലോട്ട് വരുമ്പോൾ ഡിസൈൻസ് വരുന്നത്. അതിനുശേഷം ഇതിന്റെ നമ്മളിത് നേരത്തെ ഒരു ഒരു ടിഷ്യൂ ഓർഗൻസ ഫാബ്രിക്കിൽ കൊണ്ടുവന്നൊരു സാരി ഇതിന്റെ ബാക്കി പോർഷനിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. അതുപോലെ ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ. ബാക്കി ബോഡി പോർഷനിലോട്ട് എംബ്രോയിഡറി പാറ്റേൺ ആണ് വരുന്നത്. ബോട്ടം പോർഷനിലെല്ലാം സെയിം. മറ്റേ ഇനി താഴോട്ട് വരുമ്പോഴത്തേനും ഇത്രയും അങ്ങ് മോള് വരെയുള്ള ഹൈറ്റിൽ വരത്തില്ല, താഴെ മാത്രമേ വരത്തുള്ളൂ. ഇതുകൊണ്ട് ഇങ്ങനെ ആ എംബ്രോയിഡറി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഒരു ചന്തേരി മിക്സ് ഫാബ്രിക്കിലാണ്. അതിനകത്ത് സ്ലീവിൽ രണ്ടിലും ഇതുപോലെ ആ ഒരു ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ആ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഫ്ലവർ ആയിട്ട് തന്നെ വരുന്നത് പോലെയാണ്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 3150 ആണ്. 3150 റുപ്പീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു സബ്സ്ക്രൈബർ കളക്ഷൻ സാരിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സബ്സ്ക്രൈബർ കളക്ഷൻ സാരിയാണ്. ഇതിനകത്ത് നല്ലൊരു ടർക്കോയിഷ് ബ്ലൂ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ഹാൻഡ് എംബ്രോയിഡറി വർക്ക്, ഷാഡോ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റോസ് ഫ്ലവർ പാറ്റേണിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ എലഗന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ്. 3 ഫ്ലവേഴ്സ് വരുന്നൊരു ബഞ്ചാണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ റണ്ണിങ് പോർഷനിലോട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വീണ്ടും ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് വരുന്നുണ്ട്. ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു കോർണർ കഴിഞ്ഞിട്ട് സെന്ററിലും ഉള്ളിൽ വരുന്ന എൻഡിലും ഓരോ സിംഗിൾ ഫ്ലവർ ഡിസൈൻ വരുന്നത് പോലെയാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇത് പറക്കുന്നത് കാരണം ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം ഫാൻ ഇല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാട്ടോ ഓഫ് ചെയ്യാൻ പറ്റാത്തത്. ഇങ്ങനെയാണ് ഇതിന്റെ റണ്ണിങ് പോർഷൻ വരുന്നത്. ഇതുപോലെ നമ്മൾ പല്ലുവിൽ കണ്ടതുപോലെ തന്നെയുള്ള 2 ഡിസൈൻസ് ഇതിനകത്ത് സ്കാറ്റർ ചെയ്ത് കിടപ്പുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് ഡിസൈൻസ് വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ വീണ്ടും ഈ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ സിംഗിൾ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് വരുന്നത് പോലെ ഇങ്ങനെ ബോർഡറിൽ കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെയാണ് ഇതിനകത്ത് ഈ ഒരു ചെസ്റ്റ് പോർഷൻ വന്നിരിക്കുന്നത്. 4 ഫ്ലവേഴ്സ് ചെസ്റ്റ് പോർഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല പെർഫെക്ഷനോട് കൂടിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും വൈറ്റിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷനുമാണ്. ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ കണ്ടോ, വളരെ പെർഫെക്ഷനോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ആട്ടോ.
അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ആണെങ്കിലും ഓർഗൻഡി ഫാബ്രിക് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ. സെമി ഓർഗൻഡി അല്ല, പ്യുവർ ഓർഗൻഡി തന്നെയാണ്, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻഡി ഫാബ്രിക് ആണ്. ഇതിനകത്ത് ഇനി നെക്സ്റ്റ് ഡിസൈൻസ് വരുന്നത് ഇതിന്റെ ബോട്ടം പോർഷനിലോട്ടാണ്. സ്ലീവ്സിന്റെ ഇടയ്ക്കൂടെയൊക്കെ ഇതുപോലെ തന്നെ സിംഗിൾ ഫ്ലവർ ഡിസൈൻസ് സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നിറച്ച് തന്നെ ഡിസൈൻസ് വരുന്നുണ്ട്. ലാസ്റ്റ് റൈറ്റ് ലെഗ് പോർഷൻ വരുമ്പോൾ നമ്മൾ പല്ലുവിന്റെ എൻഡിൽ കണ്ടതുപോലെ ഒരു 3 ഫ്ലവേഴ്സ് വന്നിട്ട് ക്ലോസ് ചെയ്യുന്നത് പോലെയാണ്. ഇതിനകത്ത് ബ്ലൂവിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഫ്ലവേഴ്സിനും ചെറിയ ലൈറ്റും ഡാർക്കും ഫ്ലവർ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോയിൽ അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇതുണ്ടോ, ഇത് ഇച്ചിരി ഡാർക്കർ ബ്ലൂ ആണ്, ഇത് ഇച്ചിരി ലൈറ്റർ ബ്ലൂ ആണ്. ഈ 3 ഫ്ലവേഴ്സ് വരുന്നത് മനസ്സിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. ഇത് ബ്ലൂവിന്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഗ്രീനിന്റെയും ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ലീവ്സ് എല്ലാം ഒരേ ഗ്രീൻ യൂസ് ചെയ്തിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു നല്ല റിച്ച് ഫീൽ ഈ ഒരു സാരി വരുന്നുണ്ട്. ഉടുത്ത് വരുമ്പോഴത്തേന് നല്ല ഭംഗിയുള്ള ഒരു സാരി ആയിരിക്കും. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2975 ആണ്, 2975 rupees ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ നോയൽ കോട്ട ഫാബ്രിക്കിലുള്ള ഒരു സാരിയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ ഒരു ഫാബ്രിക് നമ്മൾ ഈ ഒരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ പറയുമോ, എനിക്കറിയാം വീഡിയോ ഇപ്പോൾ ഒത്തിരി ലെങ്തി ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം വെച്ചാൽ നമ്മൾ ഓരോ സാരീസ് നമ്മൾ പുതുതായിട്ട് ചെയ്തിരിക്കുന്നതും പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഒക്കെയുള്ള സാരീസ്. അപ്പോൾ ഓരോന്നിനും നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് കുറച്ചുണ്ട്, അതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോർമലി 3-4 സാരീസ് കാണിക്കുന്നിടത്ത് നമ്മൾ മോർ ദാൻ 8 സാരീസ് ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുമിച്ച് ഇത്രയും സാരീസ് കാണിക്കുന്നത് കൊണ്ടാണ് ലെങ്തി ആവുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്നും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. നമുക്ക് 3-4 വീഡിയോ ആയിട്ട് കാണിക്കാനായിട്ട് ഇനി സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഒരു കഴിവ് എക്സ്പ്ലനേഷൻ ഷോർട്ട് ഡൗൺ ആക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു സാരി. നോയൽ കോട്ട ഫാബ്രിക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫാബ്രിക് ആണ്. നല്ല ഒതുങ്ങുന്ന ഫാബ്രിക് ആണ്, നല്ല മയമുള്ള ഫാബ്രിക് ആണ്. ചെറിയൊരു നമ്മുടെ ആ ഒരു സിൽക്കി കോട്ടയൊക്കെ പോലെ ചെറിയൊരു ഷൈനിങ് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു ലുക്ക് വരുന്നൊരു സാരിയാണ്. പക്ഷെ നമുക്ക് സിൽക്കി കോട്ടയെക്കാളും കുറച്ചും കൂടെ മയമുള്ളതും കുറച്ചും കൂടെ ട്രാൻസ്പെറൻസി കുറവുള്ളതും, മീൻസ് ട്രാൻസ്പെറൻസി ഇല്ലെന്നല്ല, കോട്ട ഫാബ്രിക്സിനെല്ലാം സിംഗിൾ ലെയർ ട്രാൻസ്പെറൻസി ഉണ്ട്. എന്നാലും സിൽക്കി കോട്ടയെക്കാളും നമ്മൾ കോട്ടൺ ചിക്കോടെ ട്രാൻസ്പെറൻസി ഒക്കെ ഇതിനകത്ത് വരത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർച്ച് ഒന്നും ചെയ്യണം, കോട്ടൺ കോട്ട പോലെ സ്റ്റാർച്ച് ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് നമുക്ക് ഡെയിലി വെയർ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇത് നമ്മൾ കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക് വർക്ക് ഡിസൈൻ ആണ്. ഇതിനകത്ത് സിംഗിൾ കളർ യൂസ് ചെയ്ത് നമ്മൾ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു പിങ്ക് ഷെയ്ഡ് മാത്രം, ഓർഗൻസ ഫാബ്രിക് തന്നെയാണ്. ഇതിനകത്ത് ഈ ഒരു മെറ്റീരിയലിന്റെ മുകളിൽ നമ്മൾ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുകയാണ്. ബാക്ക് സൈഡ് ട്രാൻസ്പെറന്റ് അല്ല, ഇങ്ങനെ തന്നെ വരുന്നത് പോലെയാണ്. അപ്പൊ ഈ ഒരു ചെറിയ പാറ്റേണിലാണ് ഇതിന്റെ പല്ലുവിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പല്ലുവിന്റെ ഉൾവശത്തും ഇതുപോലെ ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിന്റെ ഉൾവശം വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷൻ ചെയ്തിരിക്കുന്നത്. ഒത്തിരി വലുപ്പത്തിൽ ഡിസൈൻസ് കൊടുത്തിട്ടില്ല, അതുപോലെ നമ്മളിങ്ങനെ 2-3 ഡിസൈൻസ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഒരു 2 ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിനെ മർജ് ചെയ്ത് ഒരു സിംഗിൾ ഡിസൈൻ പോലെയാണ് ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അടുപ്പിച്ച് കാണുന്ന പോലെ ഒരു വലിയ ഡിസൈൻ ആയിട്ട് ഇങ്ങനെ ചെസ്റ്റ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ പല്ലുവിന്റെ എൻഡിൽ കണ്ടതുപോലെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ഒരു സ്റ്റാൻഡിങ് പോസ്റ്റിലോട്ട് വരുന്നത് പോലെ ഇച്ചിരി ഒന്ന് മുകളിലോട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിനകത്ത് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1565 ആണ്, 1565 rupees. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ മിഷൻ എംബ്രോയിഡറിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കളക്ഷൻ ആണ്. ഒരു കട്ട് വർക്ക് പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഹോളി വീക്കിനെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഓരോ വർക്കും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള ഒരു സാരി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഈ ഒരു കട്ട് വർക്ക് പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു സാരി കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു സോഫ്റ്റ് ഓർഗൻഡി ഫാബ്രിക് ആണ്. അത്ര കട്ടി വരത്തില്ലാത്ത, ഒത്തിരി സ്റ്റിഫ്നെസ് ഇല്ലാത്ത പോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ഓർഗൻഡി ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിന്റെ ഒരു എൻഡിൽ വരുന്ന ഡിസൈനാണ്. ഉള്ളിലെ എൻഡിലും സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കട്ട് വർക്ക് നമ്മൾ നേരത്തെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പാറ്റേണിൽ തന്നെ നേരത്തെ നമ്മളൊരു യൂണിഫോം സാരിയിൽ ഇതുപോലെ കട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസൈൻ ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓർഗൻഡി ഫാബ്രിക്കിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈനാണ്. നെക്സ്റ്റ് നമ്മുടെ ഡിസൈൻ വരുന്നത് ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ഇതുപോലെ 3 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 3 ഡിസൈൻസ് ആണ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ലാസ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പം ഇതുപോലൊരു ഡിസൈൻ, ഇങ്ങനെ
7 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഓർഗൻഡി ഫാബ്രിക് വരുന്നത് മീറ്ററിന് 210 റുപ്പീസ് വരുന്നത് പോലെയാണ്. അപ്പം നിങ്ങൾക്ക് 5.5 മീറ്റർ ആയിട്ടും 6 മീറ്റർ ആയിട്ടും ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ 5.5 മീറ്ററിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2750 ആണ്. ഇതൊരു സബ്സ്ക്രൈബർ കളക്ഷൻ വരുന്ന ഒരു സാരിയാണ്. വൈറ്റ് കളറിൽ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് റെഡിന്റെയും ഗ്രീനിന്റെയും ഒരു കോമ്പിനേഷനിലാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ലേസി സ്റ്റിച്ച് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലൈ സ്റ്റിച്ചും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയ മോട്ടീവ്സ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഇതൊരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ആണോ എന്ന് പോലും തോന്നുന്ന അത്രയും പെർഫെക്ഷനിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും നിറച്ചും ഡിസൈൻസും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പല്ലു പോർഷൻ ആണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലുവിന്റെ ആ ഒരു ഫുൾ ബോഡി പോർഷനിലും ഇതുപോലത്തെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബോട്ടം പോർഷൻ കണ്ടാൽ അറിയാം, നമ്മൾ പല്ലുവിന്റെ എൻഡ് ഭാഗം ഇതുപോലെ ഒരു ലേസ് ഡീറ്റെയിലിംഗ്, ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് ലേസ് ആയിട്ടാണ് ഇതിന്റെ എൻഡ് പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പല്ലുവിന്റെ ഫുൾ ബോഡിയിലും ഈ വർക്കിന് ശേഷം ഇതിന്റെ ബോർഡറിലും ഇതുപോലെ പല്ലു പോർഷനിൽ ഇത്രയും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷനിൽ ഇത്രയും ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. നമ്മൾ ആ കാണിച്ച പോലെ തന്നെ ഒരു ബോർഡർ ഡിസൈൻ പോലെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലും ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ വരുന്നത് പോലെ ഡിസൈൻസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഈ മോട്ടീവ്സിനെ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു 3 ഡിസൈൻസ് ഇതിന്റെ ആ ഒരു ബോർഡർ പോർഷനിൽ, അതായത് നമ്മുടെ ഒരു സാരിയുടെ ഹാഫ് പോർഷൻ, അതായത് ഫ്ലീറ്റ്സ് കഴിഞ്ഞ് വരുന്ന വരെ ഈ ഒരു ഡിസൈൻ നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ വരും. ഇത് നമ്മുടെ ഈ ഒരു തൈസ് പോർഷനിൽ വരും. ആ ഒരു ഡിസൈൻ താഴോട്ട്, അതായത് നമ്മൾ പുറകിലോട്ട് വരുന്നിടത്ത്, നമ്മൾ ഫ്ലീറ്റ്സ് കഴിഞ്ഞ് പുറകിൽ കൂടെ പാസ് ചെയ്ത് വരുന്നിടത്ത് വരുന്നത് പോലെ അങ്ങനെ 3 ഡിസൈൻസ് ആയിട്ടാണ് ഈ ഒരു സാരിയിൽ ഈ മോട്ടീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ബോട്ടം പോർഷനിൽ വരുമ്പോൾ വീണ്ടും സ്കാറ്റർ ചെയ്ത് ഡിസൈൻസ് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലീറ്റ്സിനുള്ളിലെല്ലാം ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഡിസൈൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരിയാണ്. വൈറ്റ് സാരി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, അത്രമാത്രം ഹെവി. മീൻസ് ഞാൻ പറഞ്ഞത് പ്ലെയിൻ സാരി ആയിട്ട് നമുക്ക് തോന്നാത്ത പോലെ. സാധാരണ ഹാൻഡ് എംബ്രോയിഡറി സാരി ഒക്കെ വരുമ്പോൾ ബോഡി പോർഷൻ പ്ലെയിൻ ആയിരിക്കുമല്ലോ. അങ്ങനെ അല്ലാണ്ട് അതിന്റെ ബോഡി പോർഷനിലോട്ടൊക്കെ ഈ ഒരു ഡിസൈൻ സ്കാറ്റർ ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം പോർഷൻ വരുന്നത്. പ്ലീറ്റ്സിന്റെ ഇടയിലെല്ലാം ഡിസൈൻസ് വരുന്ന ഒരു പാറ്റേണിൽ ഇത്രയും ഹെവി വർക്കായിട്ട് ചെയ്തിരിക്കുന്ന സാരി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2795 റുപ്പീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ടിഷ്യൂ കോട്ട ഫാബ്രിക് ആണ്. കോട്ടയിൽ ടിഷ്യൂ മിക്സ് വരുന്ന ഒരു ഫാബ്രിക് ആണ്. നല്ല ഷൈനിങ് ഉള്ള ഒരു ഫാബ്രിക് ആണ്. ഇതിനകത്ത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വരുന്ന ഒരു ഹാൻഡ് പിക്ക് കളക്ഷൻ സാരിയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലു പോർഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. പല്ലുവിൽ ഓൾറെഡി ഒരു സെറി വീവ്, നമുക്കൊരു കേരള സാരിയുടെ ഒരു പാറ്റേണിൽ വരുന്നത് പോലത്തെ ഒരു ഓൾറെഡി പല്ലു പോർഷൻ നമുക്ക് ഈ സാരിക്ക് ഉണ്ട്. അതിന്റെ മുകളിൽ കൂടെ ഇതുപോലെ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ബ്ലൂവിന്റെ ഡബിൾ ഷെയ്ഡ്സും അതുപോലെ ഒരു ഗ്രേയുടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ ആണെങ്കിലും 2 ഷെയ്ഡ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. അതുപോലെ ഈ സാരിയുടെ ബോർഡർ പോർഷനിൽ ഇതുപോലെ ഈ ഒരു ഗോൾഡൻ സെറി ഒരു ചെറിയ രീതി വരുന്നുണ്ട്. ഭയങ്കര ഒരു ഗോൾഡിഷ് ആയിട്ടുള്ള ഒരു ചെറിയ വർക്ക് അല്ല, ചെറിയൊരു നല്ലൊരു ഡിം ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വരുന്ന, ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്ത് കാണത്തില്ല, നല്ല എലഗൻസ് ഉള്ള ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഫുൾ ബോഡി പോർഷനിലും ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് മോട്ടീവ്സ് ആണ് വരുന്നത്. ഫുൾ ബോഡി പോർഷനിൽ നിറച്ച് തിക്കായിട്ട് തന്നെയാണ് മോട്ടീവ്സ് തന്നെ, ഒത്തിരി ഗ്യാപ്പിലൊന്നുമല്ല, തിക്കായിട്ട് ഫുൾ ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് മോട്ടീവ്സ് വരും. നമ്മൾ നോർമലി കൊടുത്ത് വരുന്ന സാരീസ് ഒക്കെ പോലെ തന്നെ കാണുന്ന അത്രയും ഭാഗങ്ങൾ വരുമ്പോഴത്തേനും ഫുൾ ബോർഡറിയും വരും. അതുപോലെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോൾ ഇതിന്റെ ഹാഫ് പോർഷൻ വരുന്നത് പോലെയാണ് ഈ ഒരു മോട്ടീവ്സ് വരുന്നത്. ഇതിനകത്ത് ബ്ലൗസ് വരുന്നത് ഈ ഒരു സെറി വീവോട് കൂടിയുള്ള പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു സാരി നമുക്കിപ്പോൾ റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 2495 ആണ്. 2495 റുപ്പീസ് ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. വീഡിയോ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു പീച്ച് കളറിലെ സിൽക്കി കോട്ട സാരിയിൽ വീണ്ടും ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വരുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അല്ലാതെ കുറച്ച് ഗ്യാപ്പിൽ ഇച്ചിരി വലിയ ഡിസൈൻസ് ഈ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു ഹാൻഡ് പിക്ക് കളക്ഷൻ സാരി തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് ഷെയ്ഡാണ്. ചേർച്ച് വെയർ ആയിട്ടൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ്. ഇതിന്റെ ഫുൾ ബോഡി പോർഷനിലും ഇതുപോലെ ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത്. കണ്ടോ, ഫുൾ ബോഡി പോർഷനിലും ഇതുപോലെ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് മോട്ടീവ്സ് വരുന്നുണ്ട്. ഈ സാരിയുടെ പല്ലു പോർഷൻ ആണ് ഇത്. പല്ലു പോർഷന്റെ എൻഡ് ഇതുപോലെ ടാസൽസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ എൻഡ് പോർഷൻ വരുന്നത്. അതുപോലെ തന്നെ ബാക്കി നമ്മൾ ഉടുത്ത് വരുന്ന ഭാഗം വരുന്നത്, അതായത് ചെസ്റ്റ് പോർഷൻ വരെ വരുന്നിടത്ത് ഇതുപോലെ ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വന്നതിന് ശേഷം നമ്മൾ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും തിരിച്ചാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ബോട്ടം പോർഷനിൽ മാത്രം ഡിസൈൻസ് വരുന്നുള്ളൂ. അതായത് മുകളിലോട്ടുള്ള പോർഷൻ നമ്മൾ കാണുന്ന പോർഷൻസ് മാത്രം വർക്ക് കൊടുത്ത്
മുകളിലോട്ടുള്ള പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാവുന്നത് പോലത്തെ ചേർച്ച് വെയറൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു സാരിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 1495 rupees ആണ്. 1495. അപ്പൊ ഇത്രയും സാരീസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. എനിക്കറിയാം ഇത് ഒത്തിരി ലെങ്തി ആയി പോയെന്ന്, എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇനി ഒരു 2-3 വീഡിയോസ് ആയിട്ട് കാണിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഓടിച്ച് ഈ ഒരു സാരി ഇതെല്ലാം കാണിച്ചത്. അപ്പൊ ഞാൻ കാണിച്ച ഹാൻഡ് പിക്ക് കളക്ഷൻ ആദ്യം കാണിച്ച സാരിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വേറെ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഫോട്ടോസ്. എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിക്ചേഴ്സ് ഒക്കെ അയച്ചു തരാം. അതുപോലെ ഈ കാണിച്ച ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് ഇപ്പൊ ഈസ്റ്ററിന് വേണ്ടിയല്ല, അതിന് കഴിഞ്ഞത്തേക്കിനാണെങ്കിലും എന്തെങ്കിലും ഒരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂൺ അല്ല, നിങ്ങൾക്ക് ഡെയിലി വെയർ ഒക്കെ ചർച്ച് വെയറിനൊക്കെ ആയിട്ടാണെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താന്ന്. നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട്. നമുക്ക് നോർമലി ഹാൻഡ് എംബ്രോയിഡറി ആണെങ്കിൽ 65 വർക്കിംഗ് ഡേയ്സും മിഷൻ എംബ്രോയിഡറി ആണെങ്കിൽ 15 വർക്കിംഗ് ഡേയ്സും ആണ് നമ്മുടെ ടൈം പറയുന്നത്. അപ്പം ചിലപ്പോൾ ഒരു ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. അതുപോലെ നമുക്ക് ഒരു ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ആണ് വാങ്ങിക്കുന്നത്. ഫുൾ പേയ്മെന്റ് വാങ്ങിക്കാറില്ല. നമ്മൾ ഡിസ്പാച്ച് ടൈമിലാണ് ബാക്കി പേയ്മെന്റ് വാങ്ങിക്കുന്നത്. അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് നമ്മൾ നോർമലി എപ്പോഴും 500 rupees ആണ് വാങ്ങിക്കാറുള്ളത്. അപ്പം അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കി പേയ്മെന്റ് വാങ്ങിച്ച് ഡിസ്പാച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സാരീസ് ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യം, ഇപ്പൊ ഈ കാണിക്കുന്ന എല്ലാ സാരീസ് നമുക്ക് റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അല്ലാതെ കസ്റ്റമൈസ് ചെയ്യിക്കാനാണെങ്കിലും ഈ സാരീസ് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.